ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി 7-ാം അധ്യായം 23-ാം വാക്യം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. എക്കാലത്തും അനേകരെ ആകർഷിച്ചിട്ടുള്ളതും പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ സ്വാധീനം ചെലുത്തിയതുമായ തിരുവചനത്തിലെ ഭാഗമാണ് ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണ്. ലോകത്തിലെ ഏത് തത്വചിന്തകളെയും മാറ്റിമറിക്കുവാനും പുതിയ ഒരു മാനവികത കെട്ടിപ്പടുക്കുവാനും ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നും ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്താണെന്നും ക്രിസ്തു ഇവിടെ പ്രബോധിപ്പിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് അവിശ്വാസികളോടല്ല പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളോടാണ്, പ്രാർത്ഥിക്കുന്നവരോടാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, അശുദ്ധാത്മാവ് ബാധിച്ചവർ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ന്യായവിധി നാടുകളിൽ അവന്റെ ജീവപുസ്തകത്തിൽ അവരുടെ പേർ എഴുതപ്പെട്ടിട്ടില്ല എന്നത് വളരെയധികം നടുക്കത്തോടെ, ആത്മഭാരത്തോടെ ഓർക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. സൗഖ്യം ലഭിക്കുന്നതും വിടുതൽ പ്രാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നവന്റെ നന്മ കൊണ്ടല്ല, ആത്മഭാരത്തോടെ കണ്ണുനീരോടെ അവനെ വിളിക്കുന്നവനെ കരുണാമയനായ ക്രിസ്തുവിന്റെ കരം സ്പർശിക്കുന്നത് കൊണ്ടാണ്. അറിയുക എന്ന പദത്തിന് ആഴമായ അർത്ഥതലങ്ങളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം, പക്ഷേ വ്യക്തിപരമായ ഒരു ബന്ധം നമുക്കില്ല. ക്രിസ്തുവിലായിത്തീരുകയും വ്യക്തിപരമായി അവനെ അറിയുകയും അവന് വിധേയപ്പെട്ട് അവന്റെ ഇഷ്ടം തിരിച്ചറിയുന്നവനെ ക്രിസ്തു അറിയുന്നു. സ്വന്തം സ്വാർത്ഥ ലാഭത്തിനും പേരിനും പെരുമയ്ക്കും വേണ്ടി കാട്ടിക്കൂട്ടുന്നതെല്ലാം വൃഥാ അധ്വാനമാണ്. അത് ഈ ലോകത്തിൽ തന്നെ ശേഷിക്കും. ക്രിസ്തുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവഹിതമല്ല. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലും അവനോടുള്ള ആഴമായ സ്നേഹത്തിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കാത്തതൊക്കെയും വൃഥാവാണ്. നാം എല്ലാവരും നേരിടേണ്ടി വരുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്. അന്ന് നാം ചെയ്യുന്നത് നന്മയായാലും തിന്മയായാലും നമ്മുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തേ മതിയാവും. യിരെമ്യാ പ്രവചനം പറയുന്നു, അവന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയുമാണ്. പ്രിയമുള്ളവരെ, നാം എന്തു ചെയ്തു, എന്ത് പ്രവർത്തിച്ചു എന്നല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവന്റെ നാമമഹത്വത്തിനായി മാത്രം പ്രവർത്തിക്കുക. നാം ചെയ്യുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും കണക്ക് സൂക്ഷിക്കരുത്. സ്നേഹമുള്ളിടത്ത് കണക്ക് പറയലോ അവകാശവാദങ്ങളോ ഇല്ലെന്നോർക്കുക. ക്രിസ്തു പേർ വിളിക്കുമ്പോൾ നാം എല്ലാവരും അവനോടൊപ്പം ആയിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.